മണ്ണാണെങ്കി ഇട്ട് കൊടുക്കാൻ കൂടുന്ന് ഇട്ട് കൊടുക്കാൻ വെച്ചതൊക്കെ ഒന്നുണ്ട് ഇളക്കി ഇട്ട് കൊടുക്കട്ടെ. ഇല്ലടി കൊഴപ്പൊന്നുമില്ല. ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ വരാം. ഒരറപ്പൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇപ്പൊ ഉമ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ. ശരിയടി എന്നാ ആയിക്കോട്ടെ. ഇജ് ആർക്കങ്ങനെ വിളിക്കണത്? അത് ജസീലേണി. പോയിട്ട് ആകൊക്കെ ഒന്ന് അടിച്ചൊരു നേരാക്കിക്ക. വാങ്ങ് കൊടുക്കാനായി തുടങ്ങിയിരിക്കണം. ഇനി വാങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഓൾക്ക് ഒരു അടിച്ചുവരലുണ്ട്. വാങ്ങ് കൊടുത്താലൊന്നും അടിച്ചു വരാൻ പാടില്ല. വേഗം ചെല്ലേ. എന്തിനാണ് ഇപ്പോൾ വിളിക്കണത്? അതെ, കോളേജിൽ നിന്ന് ടൂർ പോണുണ്ട്. വയനാട്ടിക്ക് ഊട്ടിക്കൊക്കെയാണ് പോണത്. അപ്പൊ 3000 ഉറുപ്യ വേണം. ഓളിനോട് ചോദിക്ക ഈ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞോളൂ ഇല്ലാന്ന്. ഈ പൈസ ഇല്ലാത്തോട്ട് ഞാൻ എങ്ങനെ പോവാനാ? വാടകന്റെ പൈസ ഉണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട്. അതിപ്പോ നുള്ളി പെറുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1500 ഉറുപ്യ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇക്കൂടെ ഒരു 1500 ഉറുപ്യം കൂടി അല്ല. ഞാൻ ഇപ്പൊ എന്നാ പണിയെടുക്ക് കൊടുത്തൊന്ന് വാങ്ങിയിട്ട് അപ്പൊ കൊടുക്ക. ഇപ്പൊ തൽക്കാലം നാളെ കോളേജിൽ പോകുമ്പോ ഈ 1500 കൊടുത്താളെ അഡ്വാൻസ് ആയിട്ട്. വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല. കടം വാങ്ങിയിട്ടൊന്നും ഞാൻ എന്തായാലും ടൂറിന് പോകണമൊന്നുമില്ല. ടൂറിന് പോയില്ലാച്ചിട്ടൊന്നും വരുമൊന്നുമില്ല. അതൊന്നും സാരമില്ല. 2 ദിവസം കൂടുതൽ പണിയെടുക്കണം എന്നല്ലേ ഉള്ളു. ജിക്കൊല്ലും കൂടി അല്ലേ ഉള്ളു ഇനി അവിടെ. എന്തായാലും പോയിക്കോ. ഇജുണ്ട് എന്നുള്ളതാണ് വിളിച്ച് പറഞ്ഞാളാ. ഇനിയിപ്പോ വേറെ ആളാവണ്ട. സീറ്റ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് പോവാൻ പറ്റൂല. ഇജ് വിളിച്ചിട്ട് അവളോട് പറഞ്ഞാളാ ഇജും കൂടി ഉണ്ട് എന്നുള്ളത്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നാ നീ ഫോൺ അവിടെ വെച്ചിങ്ങാണ്ട് വേഗം അടിച്ചു വരിയിടും. എന്നിട്ട് എന്തേലും പഠിച്ചാ നോക്ക്. പരീക്ഷയാണ് വരുന്നത്. ഇപ്പൊ കുൽസുവിന്റെ അടുത്തൊന്നും കൂടി ആ വാടക ഒന്നും പോരാണ്ട്. ഞാൻ കൂടി ഇട്ട് വാങ്ങട്ടെ. കുൽസു താത്ത എന്താ പണി? ഇപ്പൊ ചീര ഉണ്ടാക്കുക? ലേശം ചീരന്റെ തൈ ഇവിടെ കുഴിച്ചിട്ടീനേ. അപ്പൊ അതിന് മണ്ണ് ഇടുകയാണ്. ആ വെള്ള മണ്ണെന്നെ ഒന്നും ഇങ്ങോട്ട് ഇറക്കി കൊടുത്തിടക്ക് വെച്ച ഞാൻ അവിടുന്ന് ഏറ്റിങ്ങാണ്ട് കൊടുന്ന് ഇടാനിച്ചിട്ട്. എന്തായാലും നല്ലതാടി. ഇതൊക്കെ നമ്മളെ പെരന്റെ ഉള്ളിൽ ഉണ്ടാക്കണേ രസമൊന്നും വേറെ പീടിയെന്ന് വാങ്ങണേനൊന്നും കിട്ടൂല. ഞാൻ വന്നതേ ആ വാടക ചോദിക്കാനാണേ. ഇപ്പൊ കഴിഞ്ഞ മാസത്തിന് തന്നിട്ടില്ല. അപ്പൊ ഈ മാസം കഴിയാനായല്ലോ. അപ്പൊ അതൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാക്കാക്കൊന്ന് കൊടുക്കായിന്ന്. കണക്ക് നോക്കാണ്ട് പറഞ്ഞീന്നേ. ഞാനത് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. മറ്റോരുടെ അടുത്തൊന്നും വാങ്ങിയിട്ട് ഇപ്പൊ നേരെ ഇങ്ങോട്ട് വരിക. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് അത് കൊടുന്നേരണം വിചാരിച്ചാണ്. പിന്നെ ഞാന് പണി കഴിഞ്ഞ് വന്നപ്പോത്തിന് നേരം കുറെ ആവും ചെയ്തീന്നേ. അപ്പൊ ഇന്നിപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ആണ്ട് കൊടുന്നേരാച്ചിട്ട് നിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ എടുത്ത് കൊടുന്നേരം. നിങ്ങൾ ഇവിടെ നിക്കേ. എന്നുവെച്ച് കൊന്റെ നിങ്ങൾ നൗത്തേക്ക് ഇങ്ങനെ കേറിക്കോളിന്ന്. ഇവിടെ ഇങ്ങനെ നിക്കണ്ട. ഇല്ലടി കേറുന്നില്ലേ. ഞാൻ ഇവിടെ നിന്നോളാം. എന്താ ഉള്ളിക്ക് കേറിയിട്ട്? ഉള്ളിലൊക്കെ നല്ല ചൂടല്ലേ. എല്ലായിടത്തും അയന്നെയാണ്. ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ ആകുമ്പോ കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കിട്ടും. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞ. അകത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ നിക്കാൻ നല്ല. എന്നാ നല്ല കാറ്റും ഉണ്ട്. എന്നാ ഞാൻ വേഗം എടുത്തിട്ട് വരാട്ടാ. എന്നാ ചെല്ലേ. 2 മാസത്തെ തരാണ്ട്. ഇത്രയും നീട്ടി കിട്ടിയ തന്നെ വലിയ ഭാഗ്യം. തൊടൊക്കെ നല്ലൊരു വൃത്തിയുണ്ട്. ഇവറ്റങ്ങളായതുകൊണ്ട്. മറ്റോലായതൊന്ന് നാറിയിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ തന്നെ വെച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ എന്റെ മാപ്പിള ഇങ്ങനെ നിക്കുന്നത്. വാടക ചോദിച്ചാൽ മിന്നിക്കാക്കിട്ട്. പെരും പറമ്പും നാസാക്കണിയല്ല. ഇപ്പോഴത്തെ എവിടെ നേരാണെങ്കിൽ ഇട്ടാവണുണ്ട്. ഇപ്പൊ ആ പൈസ എടുത്താണ് കൊടുക്കട്ടെ. ഇനിയിപ്പൊ ഇങ്ങനെ സമാധാനം. ഇതൊക്കെ ആര് തുറന്നിട്ടിരിക്കുന്നു? കണ്ണായിട്ട് തുറന്നിട്ട പെട്ടിയില് വെച്ചില്ല പൈസ. തുറന്നു കൊടുക്കണുണ്ട്. വാപ്പെടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. നേരത്തെ എന്നോട് പറഞ്ഞല്ലേ. എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്നുള്ളത്.
ഈ ചെങ്ങായി ഇമ്മാതിരി പണി കാട്ടുന്നപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ. ആ തള്ളയാണെങ്കി അവിടെ വന്ന് നിക്കും ചെയ്യാ, ഒരു വിളവ് തരൂല, ആകെ പിസ്കത്തിയാണ്. ഇപ്പൊ എന്താ റബ്ബേ ഞാൻ പറയ പോയിട്ട് അറിയില്ല. 5000 ഉൾപ്പെടെ അടുത്തുണ്ടായിരുന്നു. എന്തായാലും പോയി പറയട്ട. താത്ത, വാടക 2 ദിവസം കഴിഞ്ഞിട്ട് മതിയാ. 2 ദിവസം കഴിഞ്ഞിട്ടാ? അതിപ്പോ എങ്ങനെ പറഞ്ഞാ ശരിയാവുക? കഴിഞ്ഞ മാസത്തെ അടച്ചിട്ടില്ല, ഈ മാസം ഇപ്പൊ ഇവിടെ കഴിയാനായില്ലേ. നിങ്ങളാണെന്നുണ്ടെങ്കിൽ 10-ാം തീയതി ആകുമ്പോത്തിന് വാടക തരും വേണ്ടാണ്. ഇനിയിപ്പൊ ഞാൻ എന്താ പോലോട് പറയാ? ചെല്ല പറഞ്ഞിപ്പോ അവിടെ ഉണ്ട് വാടക. ഈ എവിടെ പൈസ ഒക്കെ നിങ്ങളത് ഞാൻ അടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് കൊടുന്നേരാന്നുള്ളത്. ഓളെപ്പ എടുത്ത് കൊണ്ടേക്കണ്. അതാണെന്നുണ്ടെങ്കിൽ കള്ളു കുടിച്ചാൻ എന്തിനെങ്കിലും ഏക്കാരം കൊണ്ടുപോയിട്ടുണ്ടാവുക. എന്താ ഇനി കാട്ടേണ്ടത് എനിക്കൊന്നും അറിയണില്ല. ഇതിപ്പോ നല്ല കഥ ആയല്ലേ പടച്ചോനെ. എന്താവാ ഞാൻ കാക്കാനോട് പറയാ, അറിയില്ല. ഇനിയിപ്പൊ പെൻഡിങ് ആയിട്ടുള്ളത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തരാം. ഇനിയിപ്പൊ അടുത്ത മാസം മുതൽ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നോളാം. ഞാൻ 2 ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് ഞാനത് കൊടുന്നേരാം. ഞാൻ പറഞ്ഞോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അനക്ക് വിളിക്കാം. എനിക്കൊരു സൗകര്യം തരൂലടി. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വാടക ഇപ്പൊ തന്നെ വാങ്ങുമൊന്നുമില്ല. ഓൽക്കാണെന്നുണ്ടെങ്കിൽ മാസം ആ കറക്റ്റ് കണക്കാണ് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾക്ക് ഉറക്കം വരൂല. ഓലെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ 2 മാസത്തെ ഇപ്പൊ പെൻഡിങ് ആവാറാവല്ലേ. അടക്കും താങ്ങൂല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനീ പറയുന്നത്. നിങ്ങള് കാക്കാനോടൊന്ന് പറഞ്ഞു നോക്കി. എന്താ കാട്ടേണ്ടത് എനിക്കൊന്നും അറിയില്ല. എന്താ ഇപ്പൊ കാട്ടണത്? ഇജ് എന്തിനാ ഓൻ കാണുന്നോടത്ത് വെച്ചത്? അനക്ക് വേറെ എവിടെയെങ്കിലൊക്കെ മാറ്റി വെച്ചാൽ മതി. അനക്ക് അറിയണല്ല എന്റെ മാപ്പിള കള്ളു കുടിച്ചാൻ വേണ്ടിട്ട് എല്ലാതും എടുത്തോണ്ടോ, ചട്ടിയും പാത്രം അടക്കം ഓർത്തോണ്ടോ ഇനിയില്ലേ. ഇനിയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ പറഞ്ഞു, ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. എന്നിട്ട് ഇനിയിപ്പോ എന്താന്നറിയില്ല. ഇനി ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ രാവിലെ വരണ്ടി. ആ ഞാനാണ് പോയിന്നാല്. പടച്ചോനെ, എന്താ കാട്ടണ്ടെന്നൊരു പുറത്തില്ലല്ലോ റബ്ബേ. എന്താ പടച്ചോനെ ഇയാൾ ഇങ്ങനെ കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാവം പിടിച്ചൊരു പെൺകുട്ടി ഇല്ലേ അതിന്റെ ഉള്ളില്, അതിനൊരു പറ്റമ്മലും കൂടി ഇല്ല. അതൊക്കെ ആ ചെങ്ങായി കൊണ്ടുപോയിക്കണം. ഈ ഒരു പെണ്ണ് ആരാന്റെ പാത്രം മൂറിയിട്ട് ഉണ്ടാക്കിയ മുതലാണ്, അതും കൊണ്ടുപോയിപ്പോ. എത്ര ദിവസം പണിയെടുത്ത പൈസക്കാരപ്പ ആ ചെങ്ങായി എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാവുക. വല്ലാത്തൊരു കഥ ആയല്ലോ പടച്ചോനെ. എന്തമ്മ, എന്താ ഓലോട് പറഞ്ഞീന്? ഞാൻ അനക്ക് ടൂർ പോവാനും പിന്നെ ഇതിന് വാടക കൊടുക്കാനും കൂടി എടുത്തു വെച്ച പൈസ എന്റെ വാപ്പ എടുത്ത് കൊണ്ടേയിക്കണ്. എന്നോട് രാവിലെ പറഞ്ഞീന്ന് പൈസ ഉണ്ടെങ്കി എന്തേലും കൊണ്ട് കാട്ടുന്ന്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒന്നും ഇല്ലാന്ന് പറഞ്ഞതേ. അത് ആകെ എടുത്തോണ്ടേക്കണ്. അൽമറൊക്കെ ആകെ മലക്ക തുറന്നിടും ചെയ്തിക്കണ്. ഇനിയിപ്പൊ ഞാൻ ആ വാടക കൊടുക്കാൻ ഞാൻ എന്താ കാട്ടുക? അതെ, ഇനിയിപ്പൊ എന്താ നമ്മള് കാട്ടുക? വാടക കൊടുക്കണ്ടേ? ഇനിയിപ്പൊ ടൂറ് പോയില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാടക കൊടുക്കണ്ടേ നമുക്ക്? എന്താ പോയി രണ്ടാളും കൂടി പറയണ അവിടെ? എന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് ടൂർ പോവാൻ അതിൽ എന്തായാലും ഒരു 1500 ഉണ്ടാവും. പിന്നെ ഒരു 1500 അല്ലേ, അത് ഞാൻ എങ്ങനെയും പണി എടുത്തിട്ട് അല്ലെങ്കിൽ ആ പെരേന്ന് എവിടുന്നേലും വാങ്ങാന്നാ വിചാരിച്ച്. എത്ര ദിവസം ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തതാന്ന് അറിയാം നമുക്ക്. ഒക്കെ വെറുതെ ആയല്ലോ. ഒരു സാധനം ഈ പെരന്റെ ഉള്ളിലില്ല. ഈ വാടക കണ്ട് കൊടുക്കല് കഴിഞ്ഞിട്ട് വേണം സാധനങ്ങൾ എന്തേലും വാങ്ങാന്ന് വിചാരിച്ചതേന്ന്. ഇപ്പൊ എന്താ നമ്മള് കാട്ട്? അതിന് ഈ പെരന്റെ ഉള്ളിൽ കേറ്റിയതാണ് പേച്ച്. പാണ്ടി ഉണ്ടായി നമുക്ക് നമ്മളുള്ള വെള്ളം കുടിച്ചിട്ട് നിന്നാ മതിയായിന്ന്. ഞാനാണെങ്കിൽ വിളിച്ച് പറയും ചെയ്ത്. പാണ്ടി ഉണ്ടായിരുന്നില്ല. ഇനി അത് ആലോചിച്ചിട്ട് ഒന്നും ഇതാക്കൊന്നും വേണ്ട. പോയി പഠിക്കാനുള്ളത് പഠിക്കേ. എന്റെ കുട്ടി എത്ര പൂതി വെച്ചിട്ടുണ്ടാവും ഇപ്പൊ അതിന്. ഓളാണെങ്കിൽ വിളിച്ചറിയും ചെയ്ത്. ഇത് വെച്ച കാലം.
എന്റെ സാഹചര്യം അപ്പം ടൂർ പോവാൻ നിക്കേന്നല്ലേ. അപ്പൊ അതും ഇപ്പൊ ഇല്ലാതായ ഐറ്റങ്ങൾക്ക് വാടക എന്തെങ്കിലുമൊക്കെ കിട്ടിക്കണെന്ന് എന്തെങ്കിലും പറയാ. ഞാൻ അടുത്തുന്ന് പറഞ്ഞാ മതിയല്ല. ഇതിപ്പോ ആ ടൂർ പോവാനുള്ള പൈസ ആണ് കൊടുക്കട്ടെ. പാവാണ്. ഈ പൈസ എന്തായാലും അതിനാണ് കൊടുക്കാതെ ടൂർ പോവാണെങ്കിൽ പോയിക്കോട്ടെ. നാട്ടുകാരുടെ ഇടയിൽ എന്തായാലും ഞാൻ ബിസ്ക്കറ്റ് ചെയ്യണം. അത് അങ്ങനെ തന്നെ കെടുക്കാൻ നല്ല പാവാണ്. ഇപ്പൊ എന്തായാലും കൊണ്ടുകൊടുക്കുന്ന ഇപ്പൊ തന്നെ കൊണ്ടുകൊടുക്കണം. അത് നീ ഇപ്പൊ തന്നെ കേറി ചെല്ലുന്നത് മോശമാണ്. ഐറ്റങ്ങളാളെ വർത്താനം പറയില്ലേ. എന്തായാലും ആ ജമീലാന്റെ പെരയിലും കൂടി ഒന്ന് പോയിങ്ങാണ്ട് വരാം. അപ്പോത്തിനൊക്കെ പോയാ മതി. പാവം പിടിച്ചൊരു തള്ളി മക്കളും. കുൽസ റെഡി. നിങ്ങള് പോയിട്ടില്ലേ? ആടി ഞാൻ പോയിന്നേ. ഞാൻ പിന്നെ ആ ജമീലാന്റോടെ ഒന്ന് കേറി. ഞാൻ എന്നോടൊരു കാര്യം പറയാനാണെങ്കിൽ പറ്റ മറക്കും ചെയ്ത്. അതിനാണ് ഞാൻ വന്നത്. അത് മറന്നുകാണ്ട് പോവും ചെയ്തു. എന്നാ നിങ്ങൾ ഇങ്ങോട്ട് കേറി വരി. ഇർട്ടാവാരയിക്കണ്. എന്നാ ഞാനാണ്ട് വരാം. എന്താ എന്നിട്ട് ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക? പണികളൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് കേറ്. ഇജ്ജ് പഠിക്കേക്കാരല്ലേ? ഇപ്പൊ പരീക്ഷ ആവാനായല്ലോ. ഇജ്ജിന്റെ സെൽമൂന്റെ ഒപ്പം ഉള്ളതല്ലേ? പരീക്ഷയാണ്. അല്ലടി ഓളൊക്കെ ഇപ്പൊ അടുത്ത് വയനാട്ടിക്കോ അവിടേക്കൊക്കെ ടൂറൊക്കെ പോവുണ്ടല്ലോ. ഇജ്ജ് പോണില്ലേ? ഞാൻ പോണില്ല. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്താ പോവാത്തെ? ഇനിയിപ്പൊ ഈ ലാസ്റ്റ് ഈ ഒരു കൊല്ലം കൂടിയല്ലേ ഉള്ളു. അത് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞില്ലേ. പിന്നെ നിങ്ങൾക്ക് ജോലി എന്തേലും കിട്ടിയിട്ട് വേണം. എന്നിട്ടേ ഒരു കൂട്ടുകാരത്തിയോളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോത്തിന് നിങ്ങക്ക് ഇവിടങ്ങളൊക്കെ ഒന്ന് പോയി അടിച്ചൊളിച്ച് വന്നൂടെ? അതിന് 3000 ഉറുപ്പ്യ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിട്ടീന്ന് ഓളവിടെ. ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാവുന്നു. ഇനിയിപ്പൊ പൈസ ഇല്ലായിട്ട് ഇജ്ജ് പോവാതിരിക്കൊന്നും വേണ്ട. എന്നാ ഈ പൈസ ആയിട്ടേ ഇജ്ജ് പോയിക്കോ. അത് വേണ്ട. ഞാൻ പോണില്ല. നിങ്ങളിപ്പം ഉണ്ടായിരുന്നാണ്. ഒന്നും പറഞ്ഞാ പറ്റൂല. എന്റെ സെൽമൂന്റെ പോലെ തന്നെ ഇജു എന്റെ ഒരു പേരക്കുട്ടി തന്നെയാണ്. നിങ്ങൾ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് അതിന് പറഞ്ഞയച്ചാളാ. ഇത് 4000 ഉറുപ്പ്യ ഉണ്ട്. 3000 ഉറുപ്പ്യ ടൂറിന് പറഞ്ഞു കേട്ടിക്കണ്. 1000 ഉറുപ്പ്യ ഇനിയിപ്പോ ഓളെ ചെലവിനൊക്കെ കൂടെ. ഇന്നടി ഇജ്ജ് ഇത് കൊണ്ടേക്കൊന്ന. വേണ്ടായിട്ടാണേ. ഇജ്ജ് ഓളോട് ഇത് വാങ്ങാൻ പറഞ്ഞ ഇതൊക്കെ തിരിച്ചു തരുമൊന്നും വേണ്ട. അത് ഞാൻ ഓൾക്ക് കൊടുക്കണ ഒരു പൈസയെന്ന് വിചാരിച്ചാ മതി. ആയിക്കോ. ഞാൻ എന്താ നിങ്ങളോട് പറയാ. ഞാനത് തിരിച്ചു തരണ്ട്. ഈ ജിന്നോടൊന്നും പറയൊന്നും വേണ്ട. ജൈവ നോലോത്സാനം നിക്കണ്ട. നിങ്ങൾ രണ്ടാളും കൂടി പറയണേ ഞാൻ കേട്ടിക്കണ്. എന്റെ വാപ്പ പൈസ എടുത്തു കൊണ്ടുപോയതൊക്കെ പറയണേ ഞാൻ കേട്ടിക്കണ്. എന്തെത്താ കാട്ടണത്? വാപ്പ ആയി പോയില്ലേ. തച്ചൊല്ലാനൊന്നും പറ്റൂലല്ലോ. അന്റെ അടുത്ത് പറ്റിയ തെറ്റെന്താന്ന് വെച്ചാല് പോയിട്ട് പിന്നെ വേറൊരു പെണ്ണ് കെട്ടിയിട്ട് പിന്നെയും തിരിച്ചു വന്ന ഒരാളാണ്. ഇജോ അതിനെ സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇജോ എന്റെ കുട്ടിയുള്ള വെള്ളം കുടിച്ചിങ്ങാണ്ട് ഇതൊക്കെ ആയിരുന്നില്ല. അപ്പൊ അതും ഇല്ലാതാവുമല്ലേ. എന്തിനാണ് അതിന് നിന്നേ ജി? ഓൾക്കൊരു വാപ്പാന്നുള്ള ഇതിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്റെ കയ്യും കാലും പൊടിക്കും ചെയ്തിന്ന് ഇവിടെ വന്നപ്പോഴേ ഞങ്ങളൊന്നും ചെയ്യൂല കള്ളു കുടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നാലാളെ ഇടയ്ക്ക് ഇറങ്ങി നടക്കുമ്പോ തന്തയില്ലാത്തോളൂ എന്നുള്ള പേര് വേണ്ടല്ലോ വെച്ചിട്ട് കേറ്റിയതാണ് ഞാൻ. അപ്പൊ നിക്കന്നെ എങ്ങനെ ആവുന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനത്തെ ഒക്കെ വാപ്പാരെ ഇല്ലാതിരിക്കാ നല്ലത്. എങ്ങനെയായാലും ഞാനവിടെ പോട്ടെ. ഇനിയിപ്പൊ ഇർട്ടാവാനാവും ചെയ്തിക്കണ്.
ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടിരുന്നു. പിന്നെ ഞാൻ ജമീലാന്റെ അടുത്ത് നിന്നൊക്കെ 1000 ഉറുപ്പ്യ കിട്ടാനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിങ്ങാണ്ട് ഇങ്ങോട്ട് വരാച്ചിട്ടാ പിന്നെയും പോയത്. ഇജ്ജ് പോയിക്കട്ടോ, സെൽമുനോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ രണ്ടാളും കൂട്ടുകാരത്തിയോളാണല്ലോ. എന്താ അനക്ക് പൈസ ഇല്ലെങ്കിൽ ഓളോടൊന്ന് പറഞ്ഞാൽ മതി, ഓൾ ഇന്നോട് പറയും. ഞാൻ അങ്ങനെ പിസ്കത്തരം കാട്ടുണ്ടെങ്കിലും ഇതിനൊന്നും ഞാൻ പിസ്കത്തരം കാട്ടൂല. നല്ല കാര്യത്തിനൊക്കെ ഞാൻ നല്ല പൈസ കൊടുക്കും. ചെന്ന് നോലോളിച്ചാൻ ഇനി ഓനോട് ഒന്നും രണ്ടും പറഞ്ഞിട്ട് നിക്കാനൊന്നും നിക്കണ്ട. എന്തായാലും തിരക്കും പാടും കൂടിയാ പിന്നെ അത് ഏറും. എന്തായാലേ ഇനിയിപ്പോ പെൻഡിങ് ആയിട്ടുള്ള പൈസ ഇനിയിപ്പോ ഇജ്ജ് തരണ്ട. അത് ഞാൻ തന്നിക്കണെന്ന് എന്തേലും പറഞ്ഞോണ്ട് അടുത്ത മാസം മുതലുള്ളത് തന്നാ മതി. അത് ഇജ്ജിപ്പോ പെട്ടെന്നൊന്നും തരണൊന്നും ഇല്ല. എന്റെ അടുത്ത് ഉണ്ടാവുമ്പോ തന്നാ മതി. ഈ പൈസ ഇജ്ജ് തിരിച്ചു തരും വേണ്ട. എന്നാ ഞാനവിടെ ഇറങ്ങട്ടെട്ടാ. ഇരിക്കുന്നു, ഞാൻ ചായ എന്തെങ്കിലും എടുക്കാം. വേണ്ട ചായ ഒന്നും വേണ്ട. ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പൊ മരുവോൾ അവിടെ കാത്തിക്കണുണ്ടാവും. ഞാൻ പോട്ടെട്ടെ എന്നാല്. നല്ല പഠിച്ചോണ്ടു. എന്നാ ശരി എന്നാ. ആ തള്ളനെ നമ്മളെന്തെല്ലാം പറഞ്ഞിക്കണ് പിസ്കത്താണ് എന്നൊക്കെ. ഒരാൾക്കൊരു മുതലും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞില്ല. പടച്ചോൻ പോലും കൊടുക്കൂലടി നമ്മളോട്. നാട് കുട്ടി ഇനി ഒന്നും ഓലെ പറ്റിയിട്ട് പറയാൻ ഇതിനൊന്നിനും നിക്കണ്ട. ഇന്ന് എന്റെ വാപ്പ വന്നിട്ട് ഈ ഒരു പൈസന്റെ കാര്യേ പറയാൻ നിക്കണ്ടട്ടോ. ഞാൻ കൊണ്ടുവച്ചാളാം എന്റെ ബാഗില്. ഞാൻ ബാഗിൽ വെച്ചോളാം. കൊടുത്തു പോയി നിസ്കരിക്കട്ടെ. അയാൾ ഇനി ഏത് നേരത്താണ് അവ കേറി വരിക. ഇല്ല ഇരുന്നാ മതിയേ.